ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. മാറിടത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് തന്മയുടെ കഴിഞ്ഞ അധ്യായത്തിൽ ശ്രോതാക്കൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാം ഇന്നത്തെ അധ്യായത്തിലും. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി EJ. തന്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രസ്റ്റ് ഡിസീസും ഇമോഷണൽ സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അതിനെ സംബന്ധിച്ച് ചില റിസർച്ചുകളെ പറ്റിയാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ ആരംഭിച്ച ഒരു സംഭവമാണ് ഗവേഷണം, റിസർച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലും അത് വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോ രോഗകാരണങ്ങളെ പറ്റിയും അതിന്റെ ട്രീറ്റ്മെന്റുകളെ പറ്റിയും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്, തീരുമാനിക്കപ്പെടുന്നതും എല്ലാം. ഓരോ രോഗം വന്ന ആൾക്കാരിൽ അവർ ജീവിച്ച സാഹചര്യങ്ങളും മാനസികാവസ്ഥകളും ഭക്ഷണവും ജീവിതശൈലിയും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ അതിൽ പഠനവിധേയമാക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഇമോഷണൽ ഹെൽത്ത്, മാനസികാവസ്ഥകൾ, ജീവിത സാഹചര്യങ്ങളിലൊക്കെ ബ്രസ്റ്റ് ഡിസീസുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1800കളിലെ പല മെഡിക്കൽ ലിറ്ററേച്ചറുകളിൽ പോലും ലോൺലിനെസ്സും ബ്രസ്റ്റ് ക്യാൻസർ, അതായത് ഒറ്റപ്പെടൽ ഉള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് CA വന്ന സ്ത്രീകളിൽ പല പഠനങ്ങളും ചേർന്ന് എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അവരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സെൽഫ് സാക്രിഫൈസ്, ഇൻഹിബിറ്റഡ് സെക്ഷുവാലിറ്റി, പലതരം അടിച്ചമർത്തലുകളിലൂടെ ഒട്ടും പ്രതികരിക്കാനാവാതെ ജീവിക്കേണ്ടി വരിക, സ്വന്തം അമ്മയോടുള്ള ഉള്ളിൽ ദീർഘകാലമായിട്ട് തുടരുന്ന ഒരു ശത്രുത, ഇതെല്ലാം ചില റിസർച്ചുകളിൽ ബ്രസ്റ്റ് ഡിസീസുമായിട്ടൊരു ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് സെൽഫ് സാക്രിഫൈസ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് സ്വയം ശ്രദ്ധിക്കാതെ, സ്വയം ശരീരത്തെയും സ്വന്തം ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. അത് രണ്ട് തരത്തിൽ സംഭവിക്കാറുണ്ട്. ഒന്ന്, അത് ഇങ്ങനെയാണ് സ്ത്രീയുടെ ജീവിതം, തന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് ഉൾക്കൊണ്ട് അതിൽ പരാതിയോ പരിഭവങ്ങളോ മാനസികാവസ്ഥയിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ അതുമായി താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനെയല്ല താൻ ജീവിക്കേണ്ടത്, തനിക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ള മാനസികാവസ്ഥയോടുകൂടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ആ ഫ്രസ്ട്രേഷനോടുകൂടെ ജീവിക്കുന്നവർക്കാണ് ഒരു ഇമോഷണൽ ബാലൻസ് തെറ്റുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. അമർഷവും ദേഷ്യവും സ്വയം തോന്നുന്ന വെറുപ്പും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരാം. രണ്ടാമത്തത് ഇൻഹിബിറ്റഡ് സെക്ഷുവാലിറ്റി. അത് നല്ല ക്വാളിറ്റിയുള്ള സെക്സിന് ആഗ്രഹം ഉണ്ടായിരിക്കുകയും പക്ഷെ അത് ഒരു തരത്തിലും നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ, അതിന് പലതാവാൻ കാരണം വ്യക്തി സാഹചര്യമാവാം, കുടുംബ സാഹചര്യം, സാമൂഹിക സാഹചര്യം ഒക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീയെ എത്തിച്ചേക്കാം. അതുപോലെ പ്രധാനമാണ് ഇഷ്ടമില്ലാതെ സെക്സിൽ ഏർപ്പെടേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ദീർഘകാലം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾക്കും അതുവഴി ഹോർമോണൽ ചേഞ്ചിനും ബ്രസ്റ്റ് ഡിസീസ്, യൂട്രസ്, ഓവറി സംബന്ധിച്ച അസുഖങ്ങൾക്കും ഒരു കാരണമായിട്ട് ചില റിസർച്ചുകളിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ദേഷ്യം, അമർഷം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോടുള്ള വിയോജിപ്പ്, ഇതൊന്നും തുറന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി അടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറെക്കാലം തുടരുന്നതും ഇത്തരത്തിൽ ഒരു ഹോർമോണൽ ബാലൻസ് തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിച്ചേക്കാം. ചില വീടുകളിൽ ഇപ്പോഴും നമുക്ക് പല സ്ത്രീകളെയും കാണുമ്പോഴറിയാം, കല്യാണം കഴിഞ്ഞ് 10-20 വർഷമായിട്ടും കുട്ടികൾ വലുതായിട്ട് പോലും പിന്നെ വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയോ മുന്നിൽ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുന്നിൽ സമാധാനമായിട്ടിരുന്ന് സ്വസ്ഥതയോടെ ഭക്ഷണം കഴിക്കാൻ പോലും പേടിക്കുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ട്. അപ്പോൾ അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ആ മാനസിക സംഘർഷങ്ങളെല്ലാം ഇത്തരം അസുഖങ്ങളിലേക്കുള്ള ഒരു ചെറിയ പടിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെയാണ് നേരത്തെ പറഞ്ഞ സ്വന്തം അമ്മയുമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഇതും ചില റിസർച്ചുകളിൽ ബ്രസ്റ്റ് ഡിസീസുമായിട്ടുള്ള ഒരു ലിങ്കായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഒരു ടേമാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്നുള്ളത്. അതായത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, മാനസികാവസ്ഥകളും നെർവസ് സിസ്റ്റവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും തമ്മിൽ പരസ്പരം
പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ശക്തമായ സിഗ്നൽസ് ഇവ തമ്മിൽ കൈമാറ്റം വരുന്നു എന്നുള്ളതും, അപ്പോൾ അസുഖങ്ങളിലും ഈ ഒരു ലിങ്ക് വളരെ ശക്തമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതും ഇപ്പം മെഡിക്കൽ ഫീൽഡിലെ ഒരു പുതിയ മുന്നേറ്റമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ റിസർച്ചുകളെയൊക്കെ ചേർത്ത് വായിക്കാൻ സാധിക്കും. 1995 അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഒരു ജേർണലിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന സ്ത്രീകളിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 5 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും അതുമായിട്ട് ഒരു റിലേഷൻ കാണിക്കുന്നുണ്ട്. അതായത് വേണ്ടപ്പെട്ടവരുടെ മരണം, ഡിവോഴ്സ്, ജോബ് ലോസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സംഭവിച്ചവരിൽ 12 ഇരട്ടി ബ്രസ്റ്റ് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ള ഒരു പഠനം അതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എങ്ങനെയാണ് ഇത്തരം വൈകാരിക പ്രശ്നങ്ങളെ സ്ത്രീകൾ നേരിടുന്നത് എന്നുള്ളതാണ് ക്യാൻസർ പോലെ. എപ്പോഴും ഞാൻ ക്യാൻസർ എന്ന് തന്നെ പറയുന്നില്ല, ബ്രസ്റ്റിന് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണ് ക്യാൻസർ. അപ്പോൾ ബ്രസ്റ്റ് ഡിസീസിന്റെ തീവ്രത തീരുമാനിക്കുന്നതും ഏത് തരത്തിലുള്ള അസുഖങ്ങൾ വരണമെന്ന് തീരുമാനിക്കുന്നതും എങ്ങനെയാണ് ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, അത് കോപ്പിംഗ് സ്റ്റൈൽ ഓഫ് എങ്ങനെയാണ് അത് നേരിടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് നമുക്കറിയാം, മനുഷ്യന്റെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വന്നു പോകാറുണ്ട് അല്ലെ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന പല ദുരനുഭവങ്ങളും എല്ലാവരുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതിനെ ഹീല് ചെയ്യാൻ, അത് ആ മുറിവ് ഒറിജിനലി നാച്ചുറലായിട്ട് സുഖപ്പെടാൻ സമയം കൊടുത്ത് അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പോഴാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വഴിയിലേക്ക് വരുന്നത്. അതായത് നമ്മളെക്കാൾ വലിയൊരു പ്രപഞ്ചശക്തിക്ക് മുന്നിൽ കീഴടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ വരുന്നത് ഒരു പരിധിയിൽ കൂടുതൽ അസുഖങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് വരാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ സഹായിക്കാറുണ്ട്. അങ്ങനെ അത് ഉൾക്കൊണ്ട് അത് സുഖപ്പെടുമ്പോൾ മാത്രമേ ആ ഒരു മുറിവിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തയായി പുറത്തു വരാൻ ഒരു സ്ത്രീക്ക് സാധിക്കുകയുള്ളൂ. അത് ഇതുപോലെയുള്ള ക്യാൻസർ സാധ്യതകൾ കുറയ്ക്കുക തന്നെ ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വേദികൾക്കുള്ളിൽ, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ തന്നെയാണ് സ്ത്രീകളുടെ ജീവിതം. അത് എത്രയൊക്കെ മാറ്റം സമൂഹത്തിൽ സംഭവിച്ചാലും ഒരു സ്ത്രീയുടെ ചുറ്റും പലതരം വേദികൾ നമ്മൾ അറിയാതെയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് പേഴ്സണലി, ഇമോഷണലി, സെക്ഷലി, പ്രൊഫഷണലി ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് സൈക്കോളജിയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ അതിനുള്ളിൽ നിന്ന് ബാലൻസ് ചെയ്ത് സ്ത്രീക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളെ ബാധിക്കുന്ന പല അസുഖങ്ങളെയും നമുക്ക് അകറ്റി നിർത്താനുള്ള ഒരു മാർഗം. ആ ബാലൻസ് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് സംതൃപ്തിയോടെ ജീവിക്കുക, ഉള്ളിൽ നിന്നുള്ള ഒരു നന്ദിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇതേ സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെ ചെയ്താൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്ത അധ്യായം മുതൽ പറയാൻ പോകുന്നത്. ഇപ്പം ഇറങ്ങിയൊരു പുതിയ സിനിമയുണ്ട്, ബി 32 മുതൽ 44 വരെ, ശ്രുതി ശരണ്യ സംവിധാനം ചെയ്ത. അപ്പൊ അതിലൊക്കെ ബ്രസ്റ്റിനെ പറ്റി, അതായത് ഒരു സ്ത്രീ അവളുടെ മുല എന്നുള്ള ഒരു അവയവത്തെ സംബന്ധിച്ച് പല സ്ത്രീകളും അനുഭവിക്കുന്ന പലതരത്തിലുള്ള ആസ്പെക്റ്റുകളെ വളരെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെയുള്ള മാറ്റങ്ങളും അതുപോലെയുള്ള പല ഉൾക്കൊള്ളലുകളും സ്ത്രീ മനസ്സിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങളെ നേരിടാനും മറികടക്കാനും എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്ത അധ്യായത്തിൽ സംസാരിക്കാം. ഇതുവരെ നന്ദി. മാറിട ആരോഗ്യത്തെപ്പറ്റി മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ പങ്കുവച്ച വിശദാംശങ്ങളടങ്ങിയ തന്മയുടെ 2ാമത്തെ അധ്യായമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള ഭാഗം കേൾക്കാം തന്മയുടെ അടുത്ത അധ്യായത്തിൽ. ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.